ഹായ് കൂട്ടുകാരെ, സച്ചിയുടെയും രേവതിയുടെയും പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതിയാണെങ്കിൽ സച്ചിക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുക കേട്ടോ. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, രേവതി നീ ഭക്ഷണം കഴിച്ചോ? ആ ഞാൻ കഴിച്ചു സച്ചിയേട്ടൻ കഴിക്കുമെന്ന് പറഞ്ഞിട്ട് വിളമ്പി കൊടുക്കുകയാണ്. ഈ സമയം ഒരു ഉരുള ചോറ് വായിൽ വെക്കുമ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് ആകെ വിഷമം വന്നിട്ട് കണ്ണൊക്കെ നിറയാണ് കേട്ടോ. രേവതി എനിക്ക് ഇറങ്ങുന്നില്ല, രേവതി എനിക്ക് ഭക്ഷണം വേണ്ട, നീ അവൻ പറഞ്ഞത് കേട്ടില്ലേ, എനിക്ക് എല്ലാവരെയും ഈ റൂമിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് എനിക്കിവിടെ തനിയെ താമസിക്കാനാണെന്ന്. ആ വാക്ക് എൻ്റെ ചങ്കിൽ വല്ലാതെ കുത്തുന്ന രേവതി, എനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് ആഹാരത്തിന് മുമ്പിൽ നിന്ന് എഴുന്നേക്കാണ്. ഇത് കേൾക്കുമ്പോഴേക്കും രേവതിയാണെങ്കിൽ സച്ചിയെ ഇങ്ങനെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. സച്ചിയേട്ടനൊന്ന് വിഷമിക്കാണ്ടിരിക്കുക, അവർ പറയുന്നതൊക്കെ അവരുടെ മനസ്സിലെ കാര്യങ്ങളല്ലേ, സച്ചിയേട്ടൻ അങ്ങനെയൊന്നും ഇല്ലെന്ന് എനിക്കും അറിയാം, സച്ചിയേട്ടനും അറിയാം, പിന്നെ എന്തിനാ സച്ചിയേട്ടൻ ഇങ്ങനെ വിഷമിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അല്ല രേവതി, എനിക്കത് സഹിക്കാനേ പറ്റുന്നില്ല. അവൻ ഇത്രയും നാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യത്തിൻ്റെ പുറത്ത് ആണെന്ന് കരുതിയിട്ടാ ഞാൻ സമാധാനിച്ചത്. എന്നാൽ ഈ ഒരു കാര്യം അങ്ങനെയല്ല രേവതി, എനിക്ക് എന്തായാലും അത് എൻ്റെ ചങ്ക് പൊട്ടുന്നു എന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ പൊട്ടിക്കരയാണ് കേട്ടോ. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ അവിടെ ഇരുന്നേ, സച്ചിയേട്ടൻ വിഷമിക്കാണ്ട് ഭക്ഷണം കഴിക്കാൻ നോക്കെന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ വീണ്ടും പ്ലേറ്റിൽ എടുത്തു വെച്ചിട്ട് സച്ചിയെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നുണ്ട്. അല്ല രേവതി, ഈ മണ്ണും ഈ സ്വത്തും ഒക്കെ കണ്ടിട്ടാണോ നമ്മളിവിടെ നിൽക്കുന്നത്? ഈ വീട്ടിൽ വലിയ ആള് കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നിങ്ങനെ പറയ്ക്ക് രേവതി പറയുന്നുണ്ട്. സച്ചിയേട്ടന് അത് വിട്, സച്ചിയേട്ടൻ ഭക്ഷണം കഴിക്ക്. സച്ചിയേട്ടന് അതിനോടൊന്നുമല്ല ആഗ്രഹം. ഈ വീട്ടിൽ അച്ഛനെയും അമ്മയും സച്ചിയേട്ടൻ്റെ സഹോദരങ്ങളെയൊക്കെ നന്നായിട്ട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും അത് അച്ഛൻ എത്രത്തോളം നല്ല രീതിയിൽ മനസ്സിലാക്കുന്നുണ്ടെന്ന് അറിയാലോ. അതുപോലെ തന്നെ എനിക്കും എൻ്റെ സച്ചിയേട്ടനെ നന്നായിട്ട് അറിയാം. അത് ശരിയാ രേവതി, എൻ്റെ അച്ഛൻ എന്നും എന്നെ മനസ്സിലാക്കുന്നുണ്ട്, അത് മാത്രം മതി, പിന്നെ നീയും എൻ്റെ കൂടെ എന്നും ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ കണ്ണീരൊക്കെ തുടച്ചിട്ട് പറയുന്നുണ്ട്. എൻ്റെ അച്ഛൻ ആഗ്രഹിച്ചതുപോലെ ഉടനെ തന്നെ ഞാനൊരു റൂം കെട്ടുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ശബ്ദം എടുക്കുകയാണ് കേട്ടോ. വാശിപ്പുറത്ത് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും രേവതിയാണെങ്കിൽ എന്നിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് രേവതി നിർബന്ധിച്ചിട്ട് ഭയങ്കര വിഷമത്തോടു കൂടി സച്ചി അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. രേവതിയാണെങ്കിൽ അവിടെ സൈഡിൽ നിന്നിട്ട് സച്ചിയുടെ വിഷമം കണ്ടിട്ട് രേവതിക്ക് ഒരുപാട് സങ്കടമായിട്ട് രേവതിയും കരയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എനിക്ക് എന്നെ പറഞ്ഞതിലല്ല രേവതി സങ്കടം, എൻ്റെ അച്ഛൻ ഇന്ന് ഒരുപാട് വിഷമിച്ചു, എനിക്ക് ഒരു റൂം കൂടി പണിയാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്തിട്ട് എൻ്റെ അച്ഛൻ്റെ ആ അവസ്ഥയാണ് എനിക്ക് സഹിക്കാൻ കഴിയാത്തത്. എന്തായാലും അച്ഛൻ്റെ ആഗ്രഹം പോലെ ഞാനൊരു റൂം കെട്ടുമെന്നിങ്ങനെ സച്ചിയും പറയുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. നമ്മുടെ രവിയാണെങ്കിൽ ഒന്ന് നടക്കാനൊക്കെ പോയിട്ട് കയറി വരുന്നേ ഉള്ളൂ. ഈ ചന്ദ്ര ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ പൂജാമുറിയിൽ നിന്നിങ്ങനെ മണിയടിക്കുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഓ രവിയേട്ടാ, നിങ്ങൾ രാവിലെ തന്നെ പൂജ ആരംഭിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യത്തിലാണ് ചന്ദ്ര വരുന്നത്. ചന്ദ്രേ, നീ എന്താ പറയുന്നത്? ഞാൻ വോക്കിങ്ങിന് പോയിട്ട് കയറി വരുന്നതേ ഉള്ളൂ എന്ന് രവി പറയുമ്പോൾ ചന്ദ്ര പിന്നെ ചോദിക്കുന്നുണ്ട്, പിന്നെ ആരാ ഈ പൂജാമുറിയിൽ ഇപ്പോൾ ഇത്ര നേരം വെളുപ്പിനെ? രവിയേട്ടനല്ലെങ്കിൽ പിന്നെ ആ രേവതിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര പറയുന്നുണ്ട്. ഈ സമയം ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ ഉറക്കം തെളിയാതെ എഴുന്നേറ്റ് വരികയാണ്. ഇന്നലെ രാത്രിയാണെങ്കിൽ ആ സച്ചി കുടിച്ചിട്ട് വന്നിട്ട് ആകെ ബഹളം ഉണ്ടാക്കിയിട്ട് മനുഷ്യനെ നേരെയൊന്നും ഉറങ്ങാൻ പോലും പറ്റിയില്ല. അമ്മ രാവിലെ തന്നെ പൂജാമുറി കയറി ഇങ്ങനെ മണിയടിച്ചുകൊണ്ടിരുന്ന എങ്ങനെയാ മനുഷ്യനൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. എടാ, നീ കണ്ടിട്ട് കാര്യം പറ, നീ ആദ്യം ആ കണ്ണൊന്നും തുറന്നു നോക്ക്, ഞാനല്ലേ നിന്റെ അടുത്ത് നിൽക്കുന്നത്, എല്ലാം രേവതിയുടെ പണിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയും ശ്രുതിയും കൂടി പൂജാമുറിയിലേക്ക് പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. ഈ സമയം നമ്മുടെ രേവതിയാണെങ്കിൽ കോലമൊക്കെ വരച്ചിട്ട് പുറത്തു നിന്ന് കയറി വരികയാണ്. ചന്ദ്രയാണെങ്കിൽ ഇനി രേവതി എന്ന് വിളിക്കുന്ന സമയത്ത് പുറകിൽ നിന്ന് എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോഴേക്കും നീയല്ലേ പിന്നെ ആരാ പൂജാമുറിയിൽ? ആ ഒരു വർഷയായിരിക്കും എന്ന് കരുതിയിട്ട് അവരങ്ങോട്ടേക്ക് പോവാണ്. വർഷേന്നിങ്ങനെ ചന്ദ്രമതി ഉറക്കെ വിളിക്കുമ്പോഴേക്കും ശ്രീകാന്ത് ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നുണ്ട് കേട്ടോ. അമ്മ രാവിലെ തന്നെ എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് വരുന്ന ശ്രീകാന്തിൻ്റെ പുറകെ വർഷയും വരുന്നുണ്ട്. ഇത് കാണുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മേ ദേ ഇവർ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. ഇത് കണ്ടിട്ട് രവിയും പറയുന്നുണ്ട്, നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, പിന്നെ ആരാ രാവിലെ പൂജാമുറിയിൽ പൂജ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്.
അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ ഈ സമയം പാട്ടൊക്കെ പാടിയിട്ട് ഭയങ്കര മന്ത്രമൊക്കെ ജപിച്ചിട്ട് പൂജ ചെയ്യാണ് കേട്ടോ. എല്ലാവരും പുറകെ വന്ന് നിൽക്കുന്നൊന്നും കാണുന്നില്ല. അങ്ങനെ എല്ലാവരും ഇങ്ങനെ അന്തിച്ച് നിൽക്കുകയാണ്. സച്ചിയോ പൂജ ചെയ്യുന്നോ എന്നുള്ള രീതിയിൽ. ശ്രുതിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പുച്ഛിച്ചിട്ട് വലിയ രീതിയിൽ നിൽക്കുകയാണ്. ഈ സമയം രവി പറയുന്നുണ്ട്, രേവതി ഞാനെന്താ സ്വപ്നം കാണുവാണോ? അപ്പോഴേക്ക് ചന്ദ്ര പറയുന്നുണ്ട്, അതെ നിങ്ങൾ കാണുന്ന സ്വപ്നമൊന്നുമല്ല, സച്ചിയാണ് പൂജാമുറി കയറിയിട്ട് ഒച്ച വയ്ക്കുന്നതെന്ന് ഇങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട്. ഇതെന്തായാലും സ്വപ്നമല്ല ചന്ദ്രേ, നിന്റെ ഒച്ചയും ബഹളവും ഒക്കെ കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഇങ്ങനെ രവി നോക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം രേവതിയാണെങ്കിൽ പൂജാമുറിയിലേക്ക് ചെന്നിട്ട് കുങ്കുമമൊക്കെ തൊട്ടിട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. സച്ചിയാണെങ്കിൽ പൂജയൊക്കെ പാട്ടൊക്കെ പാടി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നിട്ട് രേവതി പറയുന്നുണ്ട്, അച്ഛാ സച്ചിയേട്ടൻ ഇന്ന് ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ രാവിലെ എഴുന്നേറ്റിട്ട് കുളിക്കാനൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് നല്ല പാട്ടൊക്കെ കേട്ടിരുന്നു. ഞാനോർത്തു അമ്പലത്തിൽ നിന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് രേവതി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രവി നല്ലതായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ടല്ലേ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നിന്റെ കെട്ടിയോൻ എന്ന് വെച്ചാൽ യേശുദാസ് അല്ലേ? രാത്രിയിലാണെങ്കിൽ കള്ളും കുടിച്ചിട്ട് ഇവിടെ വന്ന് കിടന്ന നടുമുറ്റത്ത് കിടന്ന് ഡാൻസ് കളിക്കും. ഇപ്പോൾ ദേൻ്റെ രാവിലെ എഴുന്നേറ്റ് വന്ന പൂജാരിയുടെ വേഷം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ സച്ചിയാണെങ്കിൽ ഓം നമഃശിവായ എന്നും പറഞ്ഞിട്ട് പൂജയൊക്കെ മന്ത്രമൊക്കെ ജപിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ട്. സച്ചിയുടെ കയ്യിലാണെങ്കിൽ ഇങ്ങനെ കർപ്പൂരമൊക്കെ കത്തിച്ചിട്ട് ഒരു കുങ്കുമോ ചന്ദനമൊക്കെ ആയിട്ടാണ് കേട്ടോ. ചന്ദ്രമതിയുടെ നേരെ പോകുമ്പോൾ ചന്ദ്രമതി ആദ്യം ഞെട്ടുന്നുണ്ടെങ്കിലും പിന്നീടായിട്ടാണെങ്കിൽ ചന്ദനം എടുത്ത് കുറിയൊക്കെ തൊട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് രവിയുടെ നേരെ ചെല്ലുമ്പോൾ രവി പറയുന്നുണ്ട്, എടാ ഞാൻ രാവിലെ കുളിച്ചില്ല, അതൊന്നും സാരമില്ല ചാ, മനസ്സ് നന്നായാൽ മതി എന്ന് പറഞ്ഞിട്ട് രവിക്ക് ചന്ദനമൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട് സച്ചി. ഈ സമയം ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് അടുത്തേക്ക് വരുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എടാ അശുദ്ധിയായിട്ട് നീ വന്നിട്ട് പ്രാർത്ഥിക്കണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോഴല്ലേ നീ പറഞ്ഞത് അശുദ്ധിയൊന്നും സാരമില്ല, മനസ്സ് നന്നായാൽ മതിയെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, അതൊന്നും നിനക്ക് സെറ്റാവില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്ത് നിന്ന് ആ കർപ്പൂരം മാറ്റിക്കൊണ്ടുപോയിട്ട് ശ്രീകാന്തിൻ്റെ നേരെ ചെല്ലുകയാണ്. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, ഏട്ടാ ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്ന സമയത്തും ഏട്ടൻ ഇതൊന്നും മൈൻഡ് ചെയ്യാതെയാണല്ലോ പോകുന്നത്, ഇപ്പം ഏട്ടൻ എന്താ പെട്ടെന്ന് പറ്റിയെന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് ശ്രുതി പറയുന്നുണ്ട്, അതെ ഇന്നലെ രാത്രി വന്നിട്ട് കുടിച്ചിട്ട് നന്നായിട്ട് ആടിയതല്ലേ, ഇന്നലത്തെ രാത്രിയിലത്തെ പാപത്തിന് പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും രാവിലെ തന്നെ പൂജ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. രേവതി അപ്പോഴേക്കും പറയുന്നുണ്ട്, അതിന് സച്ചിയേട്ടൻ പാപമൊന്നും ചെയ്തില്ലല്ലോ, പാപം ചെയ്തവർ വേറെ ആളുകളല്ലേന്നിങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് വല്ലാതെ അങ്ങ് കൊള്ളുന്നുണ്ട് കേട്ടോ. ശ്രുതി പെട്ടെന്ന് തന്നെ മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അങ്ങനെ സച്ചിയാണെങ്കിൽ പൂജമുറിയിൽ കൊണ്ടുപോയി കർപ്പൂരമൊക്കെ അണച്ചിട്ട് അവിടെ വെച്ചിട്ട് ഇറങ്ങി വരുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, എന്തായാലും സച്ചിയേട്ടൻ നിന്ന് ഇങ്ങനെയൊരു ചേഞ്ച് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രവി പറയുന്നുണ്ട്, എന്താ സച്ചി എന്താ ഇതൊക്കെ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ അച്ഛനോട് ക്ഷമിക്കണം, ഇന്നലെ ഇച്ചിരി ഓവറായി പോയി എന്ന് പറയുമ്പോഴേക്കും രവി പറയുന്നുണ്ട്, ഓവറായി പോയെന്നോ? നീ ഇന്നലെ അങ്ങനെ നീ കുറച്ചൊന്നും അല്ലല്ലോ ഇന്നും മദ്യപിക്കാറുള്ളത്, പിന്നെന്താ പറ്റിയത്? അച്ഛാ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, ഇന്നലെ ഞാൻ കുടിച്ചത് അച്ഛനെക്കുറിച്ച് ഓർത്തിട്ടാണ്. അച്ഛാ ഇതുവരേക്കും അച്ഛൻ ഞങ്ങളെ എല്ലാവരെയും നല്ല രീതിയിലാണ് വളർത്തിയതും നോക്കിയതും ഒക്കെ. ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ളതൊക്കെ പഠിപ്പിച്ചു. ഞങ്ങളെയാണെങ്കിലും പിന്നീട് ഈ വീട് കെട്ടി ഇപ്പോഴും ഞങ്ങളെ നല്ല രീതിയിൽ തന്നെയാണ് നോക്കുന്നതെന്ന് പറയുമ്പോൾ രവി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടാ ഇപ്പം ഇതൊക്കെ പറയുന്നത്? അല്ല അച്ഛാ, ഇന്നലെ അച്ഛൻ ഇവിടെ ഒരു റൂമും കൂടി കെട്ടാൻ പറ്റാത്തതിൽ അച്ഛൻ ഒരുപാട് വിഷമിച്ചില്ലേ, അതെനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു അച്ഛാ, അതോർത്തിട്ടാണ് ഞാൻ കുടിച്ചതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അതിനെ റൂം കെട്ടാൻ വേണ്ടിയിട്ട് ഇന്നലെയാണെങ്കിൽ വർഷയുടെ അമ്മ പൈസയും കൊണ്ട് വന്നതല്ലേ, അത് നിങ്ങളല്ലേ സമ്മതിക്കാതെ ഇരുന്നതെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അതെ എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് ഈ വീട്, പിന്നീട് ഇവിടെ വേറെ ആരും പൈസ കൊണ്ട് തന്ന് റൂം പണിയേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ വർഷയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അതെന്നാ എൻ്റെ അച്ഛൻ തരുന്ന പൈസ കൊണ്ട് റൂം കെട്ടിയാൽ എന്താ കുഴപ്പം എന്ന് വർഷ ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, എടാ നിനക്കറിയാലോ അവരുടെ വീട്ടുകാർ നമ്മുടെ അച്ഛനെ എത്ര രീതിയിലൊക്കെ അപമാനപ്പെടുത്തിയതാണെന്ന്. ഇനി അതിൻ്റെ പേരിൽ അവർ കൊണ്ടുതരുന്ന പൈസ മേടിച്ചാൽ അത് ശരിയാവില്ല. നീ അതൊന്നും മറന്നിട്ടില്ലെങ്കിൽ തക്കം പോലെ വർഷയ്ക്കൊന്ന് പറഞ്ഞു കൊടുത്തേരെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും വർഷ ദേഷ്യം പിടിച്ചിട്ട് ഇതിന് മറുപടി പറയാനായിട്ട് പോകുമ്പോഴേക്കും ശ്രീകാന്ത് ഇങ്ങനെ തടഞ്ഞു നിർത്തുന്നുണ്ട് കേട്ടോ. സച്ചി പറയുന്നുണ്ട്, അച്ഛൻ വിഷമിക്കണ്ട, ഇനി ഇതിൻ്റെ പേരിൽ ഇവിടെ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ലെന്ന് പറയുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, അതെന്താ നീ നിന്റെ ഭാര്യയും ഇവിടെ നിന്ന് വീട് വിട്ട് ഇറങ്ങുകയാണോ?
ആ അത് കൊള്ളാലോ. ഇന്നലെ ഇവൻ തന്നെ പറഞ്ഞു ഞാൻ എല്ലാവരെയും പുറത്താക്കിയിട്ട് ഈ വീട് സ്വന്തമാക്കാൻ പോകുന്നു. ഇന്നിപ്പോൾ ദേ ഇവൻ തന്നെ പറയുന്നു ഞാനും എൻ്റെ ഭാര്യയും ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണെന്ന്. അപ്പോൾ പിന്നെ എന്നിട്ട് ഞാൻ ലാസ്റ്റ് എല്ലാവർക്കും കൊള്ളരുതാത്തവനാകും. ഇപ്പം മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് സച്ചിൻ ഐസായിട്ടൊന്ന് ശ്രുതിക്കിട്ട് താങ്ങുന്നുണ്ട്. ശ്രുതിയപ്പോൾ ശ്രുതിയോട് പറയുന്നുണ്ട്, ശ്രുതി ഒന്നും മിണ്ടാതിരിക്കുന്നേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ ശ്രുതിയും അവൻ്റെ റൂമിൽ തന്നെ എടുത്തോട്ടെ, പിന്നെ വർഷയും ശ്രീകാന്തും ആ റൂമിൽ തന്നെ കിടന്നോട്ടെ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഇത് തന്നെയല്ലേ ഞാൻ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പോഴാണോ നിനക്ക് വെളിവ് വന്നത്? അതെ, എനിക്ക് പ്രത്യേകിച്ച് വെളിവ് വന്നിട്ടൊന്നുമല്ല. എൻ്റെ അച്ഛൻ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല, അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. സച്ചി അപ്പോൾ പറയുന്നുണ്ട്, അതെ എന്തായാലും ഇനി ഇതിൻ്റെ പേരിൽ ആരും ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, ഞാൻ ഉടനെ തന്നെ ഒരു റൂം പണിയെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, കൊള്ളാം, ഇവൻ്റെ ഭാര്യ ഇനി ഇവൻ മേടിച്ചു കൊടുത്തിട്ട് സ്വർണ്ണം അണിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ശബദം ഇതുവരെ തീർന്നിട്ടില്ല, അതിനു മുമ്പ് അടുത്ത ശബദമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഒരു താലിമാല മേടിച്ചു കൊടുത്തല്ലോ, ബാക്കി ഇനിയും കിടക്കല്ലേ, ഇനി ഉടനെ തന്നെ ഒരു ശബദം കൂടി വേണമെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതെ ശബദമൊന്നുമല്ല, എന്നെ കൊണ്ട് ഒക്കുന്നത് പോലെ ഞാൻ പതുക്കെ ഒരു റൂം കെട്ടിക്കോളാമെന്നും പറഞ്ഞെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ രേവതിക്ക് അങ്ങ് ആകെ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്നുണ്ട് കേട്ടോ. ശ്രുതി നീയൊന്നും മിണ്ടാതിരുന്നു, സച്ചിയേട്ടൻ വിചാരിച്ചാലേ എന്തും സാധിക്കാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ ആവേശത്തോടു കൂടി തുടങ്ങുമ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, രേവതി നീ ഇങ്ങോട്ട് വന്നേക്ക്, അവരെന്ത് വേണേലും പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ പിടിച്ച് വലിക്കുകയാണേ. സച്ചിയേട്ടനൊന്നും മിണ്ടാതിരുന്നേ, സച്ചിയേട്ടനെ കൊണ്ട് ഇതൊന്നും പറ്റില്ലെന്നാണോ ഇവർ കരുതിയിരിക്കുന്നത്? അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, രേവതി ഞാൻ പ്രാക്ടിക്കലാണ് ആയിട്ടാണ് പറയുന്നത്, നിനക്ക് സ്വർണം മേടിച്ച് തരാൻ തന്നെ ഒരു 3-4 വർഷമെങ്കിലും എടുക്കുമല്ലോ, പിന്നെയാണോ റൂം കെട്ടുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ ഇവനൊക്കെ ഓരോന്ന് വായി തോന്നുന്നെല്ലാം വിളിച്ച് പറയുന്നതല്ലേ എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, അമ്മേ അധ്വാനിക്കാൻ ഒരു മനസ്സും ആരോഗ്യമുള്ള ശൈലിയുണ്ടല്ലോ, എന്ത് കാര്യവും സാധിക്കാൻ കഴിയുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, രേവതി നീ പൂ കെട്ടുന്ന പോലെയല്ല, അത്ര നിസ്സാരമല്ല ഒരു റൂം കെട്ടുക എന്ന് പറയുന്നത്, അതോർത്തിട്ട് നീ വെറുതെ ശബദമൊന്നും വെക്കാനായിട്ട് നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ കളിയാക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, അതെ ശബദമാണെന്ന് തന്നെ കരുതിക്കോ, എൻ്റെ സച്ചിയേട്ടൻ ആരുടെ അടുത്തൊന്നും കടം മേടിക്കാതെ ഉടനെ തന്നെ മുകളിലൊരു റൂം കെട്ടുമെന്ന് പറയുകയാണ്. അപ്പോഴേക്ക് സച്ചിയാണെങ്കിൽ രേവതി എന്ന് പറഞ്ഞിട്ടിങ്ങനെ പിടിച്ച് നിർത്തുന്നുണ്ട്. അപ്പോഴേക്ക് രേവതി, സച്ചിയേട്ടൻ അങ്ങോട്ട് മാറി നിന്നേ, ഇത് എൻ്റെ ശബ്ദം തന്നെയാണ്, എൻ്റെ സച്ചിയേട്ടൻ ഉദ്ദേശിച്ചാലേ ഉടനെ തന്നെ ഈ വീടിൻ്റെ മുകളിൽ ഒരു റൂമും കൂടി വരുമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ശബ്ദം എടുക്കുകയാണ് കേട്ടോ നമ്മുടെ രേവതി. എന്നിട്ട് രവിയോട് പറയുന്നുണ്ട്, അച്ഛൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, അച്ഛൻ ഇനി ഇതിൻ്റെ പേരിൽ ആരോടും കടം മേടിക്കാനോ ആരുടെ മുമ്പിൽ കൈ നീട്ടാനോ നിൽക്കണ്ട, ഇത് എൻ്റെ സച്ചിയേട്ടൻ തന്നെ കഷ്ടപ്പെട്ട് ഒരു റൂം കെട്ടിക്കോളും, ഇത് ശബദം തന്നെയാണെന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ കൈയടിച്ച് ശബ്ദമൊക്കെ ചെയ്യാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിയും ശ്രുതിയൊക്കെ ഇങ്ങനെ പൊളിച്ച് നിന്ന് പോകുന്നുണ്ട്. എന്നാൽ നമ്മുടെ സച്ചിക്കാണല്ലോ ആകെ ടെൻഷൻ, ഒരു പ്രോബ്ലം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് രേവതിയുടെ അടുത്ത ശബ്ദം. ഇനി എന്ത് ചെയ്യുന്നുള്ള ടെൻഷനിൽ സച്ചി നിൽക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് എന്താ വരാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.